wishing them both a very സോ പാറുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. പാറു ഋഷിയും ഒരേ വൈബാണ്, സെയിം രീതിക്കാണ് രണ്ടുപേരും. ഇപ്പൊ അവര് കല്യാണം കഴിച്ച് പോയാൽ പോലും നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് തോന്നില്ല അല്ലേ, ഡിഫറൻസ് ഇല്ല. So my first question is വളരെ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Who proposed first? പാറുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പാറു എന്ന് പറയുമ്പോൾ ഋഷിയിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണ്. പുള്ളിക്കാരി ഓളമാണ്, ഋഷിക്ക് പറ്റിയ കമ്പാനിയനാണ്. ഇപ്പൊ ചേട്ടായിയെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങള് അടിയിടാറൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ രസമാണ്. പിന്നെ മോളേന്നൊന്നും വിളിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. എപ്പോഴും ഡി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എനിക്ക് മോളേന്ന് വിളിക്കുന്ന വലിയ താല്പര്യമില്ല, എപ്പോഴും അങ്ങനെ ഒരു വൈബില്ല. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്യണത് അമ്മയോടാണ്. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേട്ടായുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു വൈബ് കിട്ടും. പാറു എന്ന് വെച്ചാൽ പാറു എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. പക്ഷേ സിസ്റ്റർ ഇൻ ലോ ആയിട്ടുള്ളൊരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. സ്വന്തം ചേച്ചി അനിയത്തിയും പോലെ തന്നെയാണ്. ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ ഒരു 5 years ആവുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഡെപ്ത് ഉള്ളതും എന്തും ഓപ്പണായിട്ട് തുറന്നു പറയുന്നത് മേ ബി എൻ്റെ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ പാറുവായിട്ടാണ്. അത്രയും അറ്റാച്ച്മെൻ്റ് ആണ്. ഇഷ്ടമാണോ? എന്തൊരു ഇഷ്ടമുണ്ട്? എത്ര ഇഷ്ടമുണ്ട്? മേമ കല്യാണം കഴിച്ച് പോട്ടെ. ഇക്കിനെ ഇഷ്ടമാണോ? പാറുവിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് പബ്ജിയുടെ ഞങ്ങൾ സ്കോഡായിട്ട് എന്നും കളിക്കുമായിരുന്നു. ഋഷിയുടെ അടുത്ത് പറഞ്ഞത് ജസ്റ്റ് ഫ്രണ്ടാണ്, അതെന്റെ ഫ്രണ്ടാണ്, ജസ്റ്റ് ഞാൻ സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. ആദ്യം ഇവരെ ഭയങ്കര കമ്പനി. ആ സമയത്ത് ഞങ്ങൾ ചോദിക്കും, അതാ നിങ്ങൾ സെറ്റ് ആവോ? ഒരിക്കലും ഇല്ലടാ, ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടാ ഞങ്ങൾ സെറ്റായി കേട്ടോ. വിഷിംഗ് them a very happy married life. ഭയങ്കര സന്തോഷം. ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ് ടു ബോത്ത് ഓഫ് ദം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആള് എൻ്റെ കൂടെ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്കിലും അത് അവളുടെ ഒരു ലൈഫാണ്. ഞാൻ അത് ഓർക്കുമ്പോഴത്തേക്കും ശരിക്കും ഹാപ്പിയാണ്.